തെരഞ്ഞെടുപ്പ് കാലം പ്രലോഭനങ്ങളുടെയും കുതികാലുവെട്ടുകളുടെയും കൂടി കാലമാണ്. മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും വ്യത്യസ്തമായി ഇടനിലക്കാരെ ഉപയോഗിച്ച് രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങൾ സാംസ്കാരിക നായകന്മാർക്ക് വാഗ്ദാനം ചെയ്ത് അവരെ കൂടെ നിർത്താനുള്ള പുറപ്പാടിലാണ് BJP. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഏത് രീതിയിലും വോട്ട് സമാഹരിക്കുക എന്ന ലക്ഷ്യവുമായി BJP മുന്നോട്ട് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുന്നത് സുരേഷ് ഗോപി അനുഗ്രഹിച്ച് പത്മഭൂഷൺ വേണ്ടെന്ന് കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി പറഞ്ഞതായി മകൻ രഘുരാജ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന് പിന്നാലെയാണ്. സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്നും അതിനായി വീട്ടിലെത്തുമെന്നും പറഞ്ഞ് ഒരു ഡോക്ടർ വിളിച്ചെന്നും അതിന് കഴിയില്ലെന്നറിയിച്ചപ്പോൾ പത്മഭൂഷൺ വേണ്ടേ എന്ന് അദ്ദേഹം ചോദിച്ചെന്നുമാണ് കലാമണ്ഡലം ഗോപിയുടെ മകൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയത്. ഇതിന് മറുപടിയായി അങ്ങനെ എനിക്ക് കിട്ടേണ്ട എന്ന് ഗോപി ആശാൻ പറഞ്ഞതായും രഘുരാജ് എഴുതി. സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIP-കളും കലാമണ്ഡലം ഗോപി ആശാനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഗോപിയല്ല ഈ ഗോപി എന്ന് മനസ്സിലാക്കണം. വെറുതെയുള്ള സ്നേഹവും ബഹുമാനവും കളയരുത്. പലരും സ്നേഹം നടിച്ച് സഹായിക്കുന്നത് ഇതിനാണെന്ന് ഇന്നാണ് മനസ്സിലായത്. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അത് താൽക്കാലിക ലാഭത്തിനല്ല, നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയതാണ്. സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങളാണ് രഘുരാജ് തന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. പോസ്റ്റ് വേണ്ട രീതിയിൽ എത്തേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് പിൻവലിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതിന്റെ പേരിൽ ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന നിലപാടിലാണ് ആശാനും കുടുംബവും. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ സംഗീത സംവിധായകൻ സുദീപ് പൽനാട് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് 8 നിലയിൽ പൊട്ടിയ BJP-യിലെ കൂടുതൽ റിക്രൂട്ട്മെന്റ് കഥകൾ പുറത്തു വരികയാണ്. സംഘപരിവാറിലെ പ്രധാനിയെന്ന് സ്വയം വിശേഷപ്പെടുത്തിയ ഒരാൾ തന്നെ കാണാൻ രഹസ്യമായി ഓട്ടോ പിടിച്ചു വന്ന് ഒരു നാഷണൽ അവാർഡ് തരപ്പെടുത്തി തരട്ടെ എന്ന് ചോദിച്ചു. അർഹിച്ചത് കിട്ടുമ്പോൾ മതിയെന്നും പുതിയ ചിത്രം ജൂറിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ സെൻസർ ബോർഡിൽ മെമ്പറാക്കട്ടെ എന്ന് അയാൾ ചോദിച്ചതായും സുദീപ് വ്യക്തമാക്കുന്നു. ആ സമയത്ത് സംഘിയും സിനിമാ പ്രവർത്തകനുമായ ഒരു സുഹൃത്ത് വിളിച്ചു. അയാളോടും ഇതേ വാഗ്ദാനങ്ങൾ നൽകി. കൂടുതൽ തെളിവുകൾക്കായി തനിക്ക് നേരിട്ട് സ്വാധീനമുള്ള പത്മ അവാർഡ് ജൂറിയിലെയും മറ്റ് പ്രമുഖരുടെയും ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ കാണിച്ചു കൊടുത്തു. ഒടുവിൽ തന്റെ അച്ഛന് ഒരു കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് വാങ്ങിക്കൊടുത്താലോ എന്നും അത് നേടിക്കൊടുക്കേണ്ടത് മക്കളുടെ കടമയാണെന്നും ബോധ്യപ്പെടുത്തി. ഇത്തരം ക്യാമ്പയിനിങ് തന്റെ അടുത്ത രാഷ്ട്രീയ സർക്കിളുകളിൽ നടക്കുന്നുണ്ടെന്ന ആശങ്കയും സുദീപ് പൽനാട് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു പാർട്ടിയും ഇത്തരം ചീപ്പ് ഡേർട്ടി പൊളിറ്റിക്സ് കളിക്കരുതെന്നും സെൻസിറ്റീവ് ഗ്രൂപ്പുകളിൽ വലവിരിച്ചാൽ 10-ൽ 4 മീനെങ്കിലും കുടുങ്ങുമെന്ന ആത്മവിശ്വാസം തന്നെയായിരിക്കണം ഇതിന്റെ പിന്നിലെ കോർ ഐഡിയയെന്നും ഒരാളെ ചാക്കിലാക്കാൻ ഇറങ്ങുമ്പോൾ മിനിമം അയാളുടെ 2-3 ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും എടുത്ത് വായിച്ചിട്ട് ഇറങ്ങിയാൽ ഓട്ടോ കാശെങ്കിലും ലാഭിച്ചുകൂടെയെന്നും ഗായകൻ ചോദിക്കുന്നു. ഏതു വിധേനയും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള BJP-യുടെ ശ്രമങ്ങളാണ് ഇത്തരത്തിലുള്ള ചാക്കിട്ടുപിടുത്തത്തിന് പിന്നിൽ. ഇനിയും എന്തെല്ലാം കാണണം.